ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയതാണ്. സന്ധ്യയല്ല, ഒരു 7 മണിയാകാറായി. അപ്പോൾ ഞങ്ങൾ ബീഫ് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ SNDP അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിലെ ഉത്സവമൊക്കെയാണ്. തുടങ്ങിയേ ഉള്ളൂ, അപ്പോൾ അധികം ദിവസമായിട്ടില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വന്നേ ഉള്ളൂ. കടകളൊന്നും പൂർണ്ണമായിട്ട് ആയിട്ടൊന്നുമില്ല. കടകളൊക്കെ ഇനിയും വരാനുണ്ട്. കുറച്ച് കട അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഉത്സവം തുടങ്ങിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്കായിട്ട് വന്നതല്ല കേട്ടാ, ഗേറ്റ് അടയാണ്. പോയപ്പോഴത്തേക്കും ഗേറ്റ് അടച്ചു. അപ്പോൾ ഞാൻ ഓട്ടോ ഒന്ന് ഇറങ്ങിയിട്ട് എന്തായാലും കുറച്ച് വിശേഷങ്ങൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് പകർത്തിയേക്കാം എന്ന് വിചാരിച്ചു. വണ്ടിയൊക്കെ അവിടെ ബ്ലോക്കായി കിടക്കുകയാണല്ലോ. അപ്പോൾ ധൈര്യത്തോടെ എന്തായാലും തീവണ്ടിയൊക്കെ പോയിട്ട് ഇനി വണ്ടി അങ്ങോട്ട് മുന്നോട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നടന്ന് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്ത് നിന്നിട്ട് തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ പകർത്തി. അതിനുശേഷം എന്താ തീവണ്ടി പോകണം കണ്ടോ. അപ്പോൾ ഞാൻ ഓട്ടോയിലോട്ട് കയറാൻ പോവാണ്, ഇല്ലെങ്കിൽ അവരെന്നെ ഇട്ടിട്ട് പോവും. പിള്ളേർ ഓട്ടോയിൽ ഇരിക്കണതാണ് കേട്ടോ. എന്തായാലും ഇനി ഫുള്ള് കടയൊക്കെ വരുമ്പോൾ ഒരു വരവും കൂടി വരേണ്ടി വരും. കാരണം സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു രീതി. അപ്പോൾ കടകളൊക്കെ വരട്ടെ, അതുവരെ നമുക്ക് ക്ഷമിച്ചിരിക്കാം. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഗേറ്റൊക്കെ തുറന്നു, വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട് നല്ല രസമായിട്ടുണ്ട്. അവിടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. കാണാനും നല്ല രസമാണ്. രാത്രിയിലൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ രാത്രി ഇറങ്ങിയത് എന്തായാലും നന്നായി. ഞങ്ങൾ പോണ വഴി ഇതാ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. കുറച്ചധികം മഴ പൊടിഞ്ഞായിരുന്നു. ഒരു തണുപ്പൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ മഴ പൊടിയട്ടെ. എന്തോരം പൊടിയും എന്നറിയില്ല, എന്നാലും പൊടിയട്ടെ. ഞങ്ങൾ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ ബീഫ് മിക്കപ്പോഴും മേടിക്കാറ്. അപ്പോൾ ഉണ്ടാവോ എന്നൊന്നും അറിയില്ല, പോയി നോക്കാം. യുകുട്ടി ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. കാരണം ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മഴ അങ്ങനെ കാണാറില്ല, ഇപ്പോൾ കുറേ നാളായില്ലേ. അപ്പോൾ ഇതാ മഴയൊക്കെ പെയ്ത് കുറച്ച് തുള്ളിയൊക്കെ കയ്യിലേക്ക് വീണപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ ഭയങ്കരമായിട്ട് അപ്പനോട് പയ്യെ വണ്ടി ഓടിക്കുന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇറച്ചിക്കട എത്തി. പക്ഷേ ചിക്കൻ ഉണ്ട്, ബീഫില്ല. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. റിട്ടേൺ ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് പോരുകയാണ്. അങ്ങനെ ബീഫ് കിട്ടാത്ത സങ്കടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആദർശ് ചോദിച്ചു, ഫുഡ് വല്ലതും മേടിക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. ചോറുണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ നെല്ലിക്കയും മാങ്ങയുടെ ചമ്മന്തി ഉണ്ടല്ലോ, പിന്നെ വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേണമെങ്കിൽ മേടിക്കാം ഫുഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. എന്തെങ്കിലും മേടിക്കട്ടെ എന്ന് ഓർത്തു. ഞാനും ഓക്കെ എന്തെങ്കിലും ഒരെണ്ണം മേടിച്ചിട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ അപ്പയും പൊന്നൂസും കൂടി പോവുകയാണ്. ഒരെണ്ണം മതി കേട്ടോ, കാരണം ഞങ്ങൾ ഷെയർ ചെയ്താണ് കഴിക്കണത്. കാരണം അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ബാക്കിയാവും. ഞാനും പിള്ളേരൊന്നും അധികം കഴിക്കില്ല. ഹസ്ബൻഡ് ആണെങ്കിലും കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഒരെണ്ണം മേടിച്ച് ഞങ്ങൾക്ക് ലാവിഷാണ്. അങ്ങനെ അപ്പയും പെണ്ണും കൂടി പോയി. ഞാനും ചേച്ചി പെണ്ണും കൂടി ഓട്ടോയിലുണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങളങ്ങനെ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞു പോണത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവരങ്ങനെ ഒരു ബീഫ് ബിരിയാണി വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ബിരിയാണിയും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പോണ വഴി എന്ത് കിട്ടാനാ, പതിവ് പോലെ തന്നെ നമുക്ക് ഗേറ്റ് അട കിട്ടി. ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണ്, കുറേ ടൈം ഇങ്ങനെ അങ്ങോട്ട് വേസ്റ്റായി പോവും. മുട്ടൻ ഗേറ്റ് അടയാണ്. അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു. ഞങ്ങൾ ആ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴി ഞങ്ങൾ എന്ത് കണ്ടു? അതേ, ഒരു ഐസ്ക്രീം വണ്ടി കണ്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി ഞങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാനും ആദർശും പൊന്നൂസും കരിക്ക് ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ചത്. കുട്ടിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു. എനിക്ക് ആകെ ഇഷ്ടമുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഈ കരിക്കിൻ്റെ ഇഷ്ടമാണ്, പിന്നെ ബട്ടർ സ്കോച്ച്. ഇത്രയുമാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ചോക്ലേറ്റ് എനിക്ക് കണ്ണി കണ്ടുകൂടാ. അപ്പം എനിക്കങ്ങനെ കരിക്ക് ഐസ്ക്രീം കിട്ടി. ഞാനങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് വേണോ? അങ്ങനെ യുവക്കുട്ടി കാത്തിരുന്ന് യുവക്കുട്ടിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമും കിട്ടി. അവളും ഹാപ്പി. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ കടയിലേക്ക് വിട്ടു. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. പെട്ടെന്നൊരു കോൾ വന്നു, ഓട്ടമാണ്. അപ്പോൾ പുള്ളി ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് പുള്ളി പോയി. അങ്ങനെ ആദർശ് ഓട്ടം കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ആദർശിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഷെയർ ചെയ്ത് കഴിക്കാൻ പോവാണ്.
നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? എന്താണ് രാത്രിത്തെ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് ട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങളിലോട്ട് കടന്നു. ഇപ്പോൾ ആദർശ് ഇതോ പിക്ചർ നോക്കിയിട്ട് ഇങ്ങനെ പടം വരക്കുകയാണ് ട്ടാ. മതിലിങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പടം വരക്കാനൊക്കെ മിടുക്കനാണ് ട്ടാ. അപ്പോൾ പുള്ളി പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമൊക്കെ പഠിപ്പ് കുറവായിരുന്നു കുട്ടി. മുറ്റത്ത് നടക്കലും കളിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ടൈം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഇരുത്തി പഠിപ്പിക്കുകയാണ്. അപ്പോൾ പഠിച്ചത് ഒക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കാണ്. ആൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നൂസ് ഇവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിച്ചില്ല കേട്ടോ. ചോറ് കഴിക്കാനായിട്ട് വിശപ്പുണ്ടായിരുന്നില്ല. ഓരോ പഴം കൂടി കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ രാത്രിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമെന്ന് വിചാരിക്കണു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫുഡ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ. ഒരു കാര്യം വിട്ടുപോയി. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. പുള്ളി വരച്ചതാണ് കേട്ടോ ആവശ്യം വരച്ചത്. അപ്പോൾ അതും കൂടി കാട്ടിയിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊരു സങ്കടം തോന്നണം. അപ്പോൾ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഗുഡ് നൈറ്റ് ട്ടാ ബൈ.